ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ആപ്പ് സ്റ്റഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. നമ്മൾ നേരത്തെ നട്ടൊരു ചെടിയില്ലേ, അതിൽ ആ പൂക്കളെല്ലാം കൊഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ മൊട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ വെളിയിൽ ഈ രണ്ട് മരമാണെങ്കിൽ ഒട്ടും ഇലയില്ലായിരുന്നു കുറച്ച് നാൾ മുന്നേ. ഇപ്പോൾ ആണെങ്കിൽ നിറയെ ഇലയൊക്കെ വന്ന് നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നട്ട സ്പ്രിംഗിനെ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്ത് കേട്ടോ, മോമോസ് ഉണ്ടാക്കാൻ ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയി ഇവിടെ അമേരിക്കയിലെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു കേട്ടോ. ആദ്യം ഒരു ഡോക്ടറിനെ കണ്ടു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വെയിറ്റ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. കാരണം എനിക്കിപ്പം ഒരു 69-70 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പം എൻ്റെ ഹൈറ്റിനനുസരിച്ച് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 60 to 65 ആ ഒരു റേഞ്ചിലാണ് എനിക്ക് വരേണ്ടത്. അപ്പോൾ എനിക്കത് ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൺട്രോൾ ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ മാക്സിമം എല്ലാ വീക്ക് ഡേയ്സിലും മാക്സിമം കൺട്രോൾ ചെയ്താണ്. പക്ഷെ വീക്കെൻഡിൽ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അല്ല ഐസ്ക്രീമോ അല്ലെ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും കഴിക്കും, എല്ലാം പോകും കേട്ടോ. എപ്പോഴും എൻ്റെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അതേ വീട്ടിൽ. ഇനി എന്തായാലും ഞാനതിങ്ങനെ കുറയ്ക്കാനുള്ള ഇതിലൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോഴാണെങ്കിൽ എനിക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല. എന്തെങ്കിലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഷോർട്സൊക്കെ ആയിട്ട് ഇടാം, അല്ലെ വാട്ട് 8-നെയോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചാലഞ്ചോ അങ്ങനെയൊക്കെ ഇടാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഇടയൊക്കെ ആയിട്ടിട്ട് ഞാനാണെങ്കിൽ എന്താ പറയുന്നത്, ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് ഒക്കെ രാവിലെ എണ്ണീറ്റിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഒന്നുമില്ല, ജസ്റ്റ് എല്ലാ കൈയും കാലും എല്ലാം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനത്തെ. അപ്പോൾ ഭയങ്കര എനർജി ആട്ടോ അത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് പോലെ തോന്നും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതൊരു ശീലമാക്കിയിട്ടുണ്ട്. രാവിലെ ഞാൻ പതിവ് പോലെ തന്നെ ജീരകം ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് കറുവാപ്പട്ടയും കൂടി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ആദ്യമൊക്കെ കുടിക്കാൻ പാടാണെങ്കിലും നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്പോഴും അത് തന്നെ കുടിക്കത്തുള്ളൂ കേട്ടോ. കാപ്പിയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ രാവിലത്തെ പലഹാരം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ മാത്രം ഒരു കാപ്പി ഞാൻ കുടിക്കാറുണ്ട്. അല്ലാതെ ഇല്ല, ഒരു ദിവസം ഒരു കാപ്പി മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്നാണെങ്കിൽ നമ്മൾ കടലക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. പുട്ടും കടലക്കറിയും ഭയങ്കര എളുപ്പമാണല്ലോ. അപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ എവിടെയോ റെസിപ്പി കണ്ടു. കടലക്കറിക്കകത്ത് നമ്മൾ തേങ്ങ ഇട്ടിട്ടുള്ളൊരു കടലക്കറി. അപ്പോൾ അത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ആണെന്ന് അതിൽ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു കടലക്കറിയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ തട്ടടയിലൊക്കെ പോകുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു കുറുകിയ ഒരു കടലക്കറി കിട്ടത്തില്ലേ, അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതിനാദ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലോട്ട് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും പിന്നെ ഒരു ഏലക്കായും 2 ഗ്രാമും കൂടെ ഒന്ന് വറുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ഇടണം കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് ഇട്ടാൽ മതി, സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതൂടെ ചേർക്കണം. ഇതൊന്നും എല്ലാം ഒരുമിച്ചിട്ടങ്ങ് ചേർത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടി മാത്രം കേട്ടോ. എന്താ പറയുക, ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിൻ്റെ കളറ് മാറിയാൽ മാത്രം മതി കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് അതൊന്ന് ഇച്ചിരി കളർ മാറുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു പിടി തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് അതൊന്നുകൂടെ ഒന്ന് വറക്കണം. എന്നിട്ട് തേങ്ങ ഒന്നും കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. പിന്നെ അതിനകത്ത് പൊടിയുടെ കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. പൊടിയായിട്ട് ചേർക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി മാത്രമേ ചേർത്താൽ മതി. ഇതിൽ മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം മുളക് പൊടിയെക്കാട്ടില്ല. അതാണ് എന്താ പറയുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അത്രയും മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല തേങ്ങ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫ്രോസൺ എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നല്ല തേങ്ങയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ലായിരുന്നേ. അപ്പോൾ ഹസ്ബൻഡ് ഈയിടെയായിട്ട് പറയുന്നുണ്ട് ആൾക്ക് നല്ല വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട്. ആൾ ഇപ്പോൾ ഈയിടെയായിട്ട് ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. എന്നുവരെ പോകുമെന്നറിയത്തില്ല, എന്തായാലും പോയി തുടങ്ങിയിട്ടുണ്ട് ആളും. അപ്പോൾ ഞാൻ ഡെയിലി വൈകുന്നേരം നടക്കാൻ പോവാറുണ്ട്. അപ്പോൾ അല്ലാതെ എനിക്ക് വേറെ സമയം കിട്ടുന്നില്ല. ഇനി
സമയം ഉണ്ടാക്കി എങ്ങനെയെങ്കിലുമൊക്കെ വേറെ എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങണം കേട്ടോ. ഞാനിവിടെ പുട്ടായിട്ട് എടുത്തേക്കുന്നുണ്ടല്ലോ മൾട്ടിഗ്രെയിൻ്റെ സംഭവമാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ സാധാരണ വൈറ്റ് പുട്ടുപൊടിയെക്കാട്ടിലും ടേസ്റ്റ് ഇതിനാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും മൾട്ടിഗ്രെയിനിൻ്റെ പുട്ടുപൊടി വാങ്ങിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് മോൾക്കും ഞങ്ങൾക്ക് സെപ്പറേറ്റ് പാലാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേറെ വൈറ്റമിൻ ഡിയുടെ ഒരു പാല് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കിച്ചണെല്ലാം ഒന്ന് മേക്ക് ഓവർ എന്ന് പറയാൻ പറ്റത്തില്ല, ലൈറ്റിങ്ങും സെറ്റപ്പും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നേ. എല്ലാവരും ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അന്നേരം ആ ഒരു സമയം കൊണ്ട് തന്നെ മോളൊക്കെ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. എണ്ണീറ്റില്ല, ഞാൻ പോയി വിളിച്ചു ആൾ എണ്ണിക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് അടുക്കളയിൽ വന്നെങ്കിൽ അവൾ പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം എണ്ണിക്കാൻ ഭയങ്കര മടിയാണേലും ഒരു കുറച്ച് നേരം കഴിഞ്ഞ് ആളൊന്ന് എന്താ പറയുന്നത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആക്റ്റീവാണേ. അപ്പോഴേ നമ്മളാണെങ്കിൽ ആ തേങ്ങയൊക്കെ ഇട്ടത് ഒന്ന് അരച്ചങ്ങ് വെച്ചേക്കണേ. എന്നിട്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കടുകൊക്കെ താളിച്ചിട്ട് കടലയിട്ട് ആ അരപ്പും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അത്രേ ഉള്ളൂ സംഭവം. കടലക്കറി ഭയങ്കര എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. പക്ഷെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ സാധാരണ ആ കടലക്കറി ഉണ്ടാക്കുന്നെങ്കിൽ ഈ രീതിയിൽ. ഇനി തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അധികം തേങ്ങ ഇടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും ഇത് അടിപൊളിയാട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ചൂടായിട്ടുള്ളത് ഊതി കുടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കത് പറ്റത്തേ ഇല്ല കേട്ടോ. ഞാൻ കുറേ തണുത്തിട്ടൊക്കെയാണ് കുടിക്കുന്നത്, അതാ ഇഷ്ടം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അങ്ങനെയായി ഇഷ്ടം. പണ്ടൊക്കെ ചൂടില്ലെങ്കിൽ കുടിക്കത്തില്ലായിരുന്നു, എന്തോന്നറിയത്തില്ല, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ആണോ എന്നറിയത്തില്ല കേട്ടോ. പിന്നെ മോളെ എല്ലാം പല്ല് തേപ്പിച്ചെല്ലാം കൊണ്ടുവന്ന് അവളെ ജസ്റ്റ് ഒന്ന് ഒരുക്കിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ കുട്ടികൾ നേരത്തെ എണീക്കുകയാണെങ്കിൽ പാല് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇവൾ ഇത്തിരി ലേറ്റായിട്ട് എണീക്കുന്നതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഫുഡ് കൊടുക്കുക. കാരണം ഇല്ലെങ്കിൽ പിന്നെ പാൽ കുടിച്ച് വയറ് നിറയല്ലോ, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ദേവുവിന് മൾട്ടിഗ്രെയിനിൻ്റെ പുട്ടൊന്നും ഇഷ്ടമല്ല, അവൾക്ക് റാഗിയാണ് ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് മാത്രം റാഗി, അവൾക്കും അപ്പായ്ക്കും ഹസ്ബൻഡിനും ആണെങ്കിൽ റാഗിയാണ്. എനിക്കാണെങ്കിൽ മൾട്ടിഗ്രെയിനിൻ്റെ പുട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ് അവരത് വാങ്ങിക്കുന്നത്. ഇന്നാണെങ്കിൽ കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് അതൊന്ന് നല്ലതായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കത് ഡ്രയറിൽ ഇടാം കേട്ടോ. ഇവിടെ വെളിയിലൊന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല, നമുക്ക് ഫൈനാണേ. അപ്പം നമുക്കിവിടെ ഡ്രയർ ഉള്ളതുകൊണ്ട് അത് ചെയ്യാം കേട്ടോ. ദേവുവിൻ്റെ നെറ്റി കണ്ടോ, കട്ടിലേന്ന് ചാടി ഒളിച്ചപ്പോ വേദന എടുത്തു. ഒളിച്ചപ്പോ എങ്ങനാ വേദന എടുക്കുന്നേ? അവിടുത്തെ ഒരു ഡെസ്കിൻ്റെ സൈഡ് ഇടിച്ചേട്ടോ കട്ടിലേന്ന് ചാടിയിട്ട്. ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം അതാട്ടോ, ഭയങ്കര ചാട്ടമാണ്. ഈ പ്രായത്തിൽ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണോ? നല്ല വഴക്കാണ്. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തങ്ങ. അത് എത്ര കൊടുത്താലും അവൾ കഴിച്ചോളും. അതുകൊണ്ട് എപ്പം ഞങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നാലും ഒരു തണ്ണിമത്തങ്ങ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അത് തീർന്ന ഉടനെ പറയും എനിക്ക് വേണം, എനിക്ക് വാങ്ങിച്ചു തരാൻ. പിന്നെ അത് നല്ല സാധനം ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും പറയത്തില്ല, നമ്മളതങ്ങ് വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെ ജ്യൂസ് ആക്കുന്നൊന്നും ഇഷ്ടമല്ല, ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇഷ്ടമാണോ വാട്ടർമെലൺ? ഇന്ന് ഊണിനാണെങ്കിൽ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഓവനിൽ എങ്ങനെ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതെന്നൂടെ ഞാൻ കാണിച്ചു തരാമേ. ഞാൻ ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്ക് അറിയത്തുമില്ല എങ്ങനെ ഇവിടുത്തെ ഓവനിൽ ഗ്രില്ല് ചെയ്യുന്നതെന്ന് കേട്ടോ. നമ്മൾ മസാലയൊക്കെ പുരട്ടിയിട്ട് ചിക്കൻ ഇതേപോലെ ഒരു ഗ്രിൽ പാനിനകത്ത് ഒരു പാനിൽ നമ്മൾ ഫോയിലിട്ട് അതിൻ്റെ മുകളിൽ ഗ്രില്ല് പോലത്തെ നമുക്ക് കിട്ടുമല്ലോ, അത് വാങ്ങിയിട്ട് നമ്മൾ ആദ്യം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ബേക്കിൽ
350 ഇട്ടിട്ട് ഓൺ ആക്കും. അതൊന്ന് പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്ത് ബ്രോയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഒരു ലോയിലിട്ടിട്ട് കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് സമയം എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഞാൻ ഓരോ 10 മിനിറ്റിൽ ടൈമർ സെറ്റ് ചെയ്ത് നോക്കാറുണ്ട്. അത് നല്ല ബ്ലാക്ക് ആകുമ്പോഴത്തേക്ക് നമ്മളത് തിരിച്ചിടണം. എന്നിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഹൈയിലിട്ടിട്ട് നമ്മുടെ ആ മറ്റേ വശവും നല്ലതായിട്ടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. എണ്ണ ഒരു തുള്ളി പോലും നമുക്ക് വേണ്ട, പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പക്ഷെ അതിന് മസാല ശ്രദ്ധിക്കണം കേട്ടോ. ആ മസാല ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു വീഡിയോ ഞാൻ ഈ ലിങ്കിൽ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടറ്റോ ഫ്രൈയും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഒരു സംഭവമില്ല. ആകെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. മോളിത് കണ്ടു കഴിഞ്ഞാൽ വാരി തിന്നും. അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഈ പൊട്ടറ്റോ ഫ്രൈ. പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ചെറുതായിട്ട് ചോപ്പറിലിട്ട് ഇതേപോലെ ആക്കിയിട്ട് അത് ജസ്റ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഇത്തിരി വെള്ളം കൂടെ വെച്ചേക്കണേ. അപ്പം ഇവിടെ ആണെങ്കിൽ ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ മോള് ഇടയ്ക്കിടയ്ക്ക് പോയി ശല്യപ്പെടുത്താൻ പോകും കേട്ടോ. അപ്പം എനിക്ക് അത് ശ്രദ്ധിക്കണം, കാരണം വർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആണല്ലോ, എന്നാലല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അതും ഞാൻ ശ്രദ്ധിച്ച് അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് എൻ്റെ വലിയൊരു പാടാട്ടോ. എന്തോ അറിയിക്കാം മോനെ, ഇതുകൊണ്ടിരിക്കുന്നു ബുക്ക്. എന്നാ അത് വെച്ചേരാ. സ്പിനാച്ച് വാങ്ങിച്ചാൽ ചിലവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരും തോരൻ വെച്ചാൽ കഴിക്കത്തില്ല. അപ്പം ഞാൻ എങ്ങനെ അവരെ കഴിപ്പിക്കുന്നതെന്ന് വെച്ചാൽ പരിപ്പേറി ഉണ്ടാക്കും. സാധാരണ നമ്മുടെ കേരള സ്റ്റൈൽ പരിപ്പേറി ഇല്ലേ, അതിനകത്തോട്ട് ഇത് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര എളുപ്പമാണ്. അരപ്പെന്ന് പറയുന്നത് സാധാരണ നമ്മുടെ എന്താ പറയുക പരിപ്പിൻ്റെ അരപ്പ് മാത്രമേ ഉള്ളൂ. ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇതെല്ലാം ഇട്ടിട്ട് പരിപ്പ് നല്ലതായിട്ട് വേവിച്ചിട്ട് അതിലോട്ട് ഈ അരപ്പും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടില്ലേ സ്പിനാച്ച്, അതുകൂടെ ഇതിനകത്തോട്ട് ചേർക്കും കേട്ടോ. ചിലവർ പരിപ്പിൻ്റെ കൂടെ തന്നെ ഇത് ചേർക്കാറുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കും നമ്മുടെ ആ ചീരയുടെ കളറൊക്കെ അങ്ങ് മാറും, ഒരുമാതിരി നല്ല ഡാർക്ക് കളറാവുമേ. എനിക്ക് തോന്നുന്നു അതിന് ആ ഒരു ഇതൊക്കെ അങ്ങ് പോകും, ആ ഒരു എന്താ പറയുന്നത് ന്യൂട്രീഷൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് ഞാനത് ലാസ്റ്റിലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് എന്താ പറയുന്നത് ആ ഒരു ചീര നന്നായിട്ട് വെന്തോളുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചിടണം കേട്ടോ. അത് ഭയങ്കര ശ്രദ്ധിക്കണം. കൈ ഒന്നും പൊള്ളാതെ നോക്കണം. എനിക്ക് പലതവണ കൈ പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഏത് വീട്ടിലാണെങ്കിലും ഈ ഒരു ഓവൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്പം റെൻറ്റിലാണെങ്കിലും അല്ലെങ്കിലും അത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ഒരാൾ അതിന് പുറകെ നടക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോന്നെടുത്ത് തിന്നും. കടുക് നല്ലതാ. ഇതേതോ ഒരു കള്ളി പിന്നെ ഈ ചിക്കൻ ആണെങ്കിൽ ഓവനിൽ വെച്ചില്ലേ, അതെനിക്ക് ഏകദേശം 1 മണിക്കൂർ എടുത്തു കേട്ടോ അതൊന്ന് ഇതായിട്ട് വരാനായിട്ട്. ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമായിരിക്കും, കറക്റ്റ് എനിക്കറിയത്തില്ല. ആ ഒരു കളറ് കിട്ടാൻ കുറച്ച് പാടാട്ടോ. പിന്നെ ഹൈയിലിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അപ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ടിരിക്കും ചിക്കന്. എന്താ പറഞ്ഞ നമ്മുടെ ആ ഒരു എന്താ പറഞ്ഞേ നല്ല വാട്ടറി ആയിട്ട് കിട്ടത്തില്ല അകം. അതുകൊണ്ട് എനിക്കതാ ഇഷ്ടം, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ലോയിലിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ ചോറൊക്കെ ഞങ്ങൾ ഇവിടെ കുക്കറിലാണ് വെക്കുന്നത്. അല്ലാതെ ഞാൻ ഇന്ന് വരെ വെച്ചിട്ടില്ല, എനിക്കറിയത്തുമില്ല എങ്ങനെയാണ് അല്ലാതെ വെക്കുന്നതെന്ന് കേട്ടോ. ഒരുപാട് എമൗണ്ട് ചോറ് ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ എമൗണ്ടാണ് ചോറ് ഉണ്ടാക്കുന്നതെങ്കിൽ സാധാരണ എടുക്കുന്ന വിസിലിനെക്കാട്ടി കുറച്ചിടണം കേട്ടോ. അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. അല്ലെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞു പോകും. ഇനിയിപ്പോൾ കുഴഞ്ഞു പോയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പച്ചവെള്ളം ഉണ്ടല്ലോ, പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കി എനിക്കൊന്ന് ഒരു 2-3 തവണ പച്ചവെള്ളം ഒഴിച്ച് ഇളക്കി ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിച്ച് ഊറ്റിക്കളയണം. അപ്പം നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ദേവുവിനെ കഴിപ്പിക്കുക കേട്ടോ. ഭയങ്കര പാടാണ്. ഈയിടെയായിട്ട് നമുക്ക് നമ്മുടെ ചോറ് ഒട്ടും ഇഷ്ടമല്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ചോറ് ഇഷ്ടമല്ല, ബിരിയാണിയും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല, എന്നാലും കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവളെ അത് കഴിഞ്ഞ് കഴിപ്പിച്ച് എല്ലാം ഉറക്കിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. എല്ലാം ചെയ്തൊരു 3-3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവുവിനെ വിളിച്ചോണത്തോ കേട്ടോ. കുറച്ച് നേരത്തേക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ ഭയങ്കര ജില്ലായിരിക്കും. ഇടയ്ക്ക് പറയും വെളിയിൽ പോകണമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫ്ലോറിഡയിലുണ്ടല്ലോ കേരളത്തിനെക്കാട്ടി ചൂടാണ്. ഒരു മിനി കേരളം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേങ്കിൽ അതിലും ചൂടാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ വെളിയിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പം വൈകുന്നേരം നമ്മൾ ഇലയുടെ അല്ല കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്റ്റോറിലും കിട്ടും കേട്ടോ ഈ ഒരു കുമ്പളപ്പം. ഇത് ഫ്രോസൺ ആണ്, ഓൾറെഡി എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ടത് നമ്മൾ ഓവനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ സ്റ്റീമർ ഉണ്ടല്ലോ അത് വെച്ചിട്ടോ സ്റ്റീം ചെയ്തെടുത്താൽ മാത്രം മതി. ഓവനിലാണെങ്കിൽ ഒരു 3 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്ത് ചൂടാക്കി എടുത്താൽ മതി. ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഉണ്ടല്ലോ ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് വീട് മുഴുവനും ഭയങ്കര മണമായിരിക്കും. ദേവുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇതാ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇതാണെങ്കിൽ ഒരു പീസ് പോലും ബാക്കി വെക്കാതെ അവൾ കഴിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് എന്താണെന്ന് അറിയത്തില്ല, അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ച് തണ്ണിമത്തങ്ങ കൊടുക്കാന്ന് വെച്ചു. ഞാൻ ഓറഞ്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടും വേണ്ട, തണ്ണിമത്തങ്ങ മാത്രം. കൈവശം തന്നെ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞല്ലോ ദേവ് ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കെന്ന് പറഞ്ഞാൽ കുരുത്തക്കേടൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചില സമയത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ദേവുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പറ്റുന്നൊരു സംഭവമാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഈ പാക്കിനുള്ളിൽ ഒരു ബാസ്ക്കറ്റും ഉണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ലവും അതുപോലെ തന്നെ സ്റ്റാർസും ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ വെച്ചിട്ട് ഈ ബാസ്ക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നല്ലതായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ബാസ്ക്കറ്റിൽ ഇടാനായിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറോ ലവോ കൊടുക്കാം. അങ്ങനെ അത് ആ ഒരു ബാസ്ക്കറ്റ് ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു കളിപ്പാട്ടം കൊടുക്കാം. ഇൻ കേസ് നമ്മൾ പറയുന്ന അവരനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലവോ അല്ലെങ്കിൽ സ്റ്റാറോ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ അവർക്ക് ആ എടുത്തു മാറ്റും എന്നുള്ള ഇത് വരുമ്പോൾ അവർ നല്ല ഇത് ചെയ്യാൻ തുടങ്ങും. ഇത് എത്ര വർക്കൗട്ട് ആവും എന്ന് എനിക്കറിയത്തില്ല, അത് ഇനി വരുന്ന വ്ളോഗിൽ ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ദേവുവിന് ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഈ ഒരു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാമേ. ടേക്ക് കെയർ. താങ്ക് യു. ഇത്രയും സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ മൊത്തം കുഞ്ഞിന് കിട്ടുവാണെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കുഞ്ഞിന് ഗിഫ്റ്റ് തരും. ഇതിങ്ങനെ ഇത് മൊത്തം കുഞ്ഞിങ്ങനെ കാര്യങ്ങൾ മാത്രം ചെയ്തു. കുഞ്ഞ് പറഞ്ഞു കേട്ടു, കുളിച്ചു, രാവിലെ എഴുന്നേറ്റു, പല്ല് തേച്ചു, പിന്നെ പാപ്പം തിന്നു,
വഴക്കുണ്ടാക്കാതിരുന്നു. അങ്ങനെ 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 കേട്ടിട്ട് ഓരോ സ്റ്റാർ തന്നെ ഇങ്ങനെ മൊത്തം സ്റ്റാർ. ഈ സ്റ്റാർ മൊത്തം അപ്പായുടെ അമ്മയുടെ കുഞ്ഞ് ഗുഡ് ഗേൾ ആയിട്ടിരുന്ന് വാങ്ങണം. അതായത് ഗുഡ് ഗേൾ ആയിട്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് മൊത്തം സ്റ്റാർ വാങ്ങിച്ച് ഈ ജാർ ഫുള്ള്, വേറെ സ്റ്റാർ ഒന്നും അപ്പൂമ്മയുടെ ഇല്ല. അപ്പൊ കുഞ്ഞിനൊരു സർപ്രൈസ്. കുഞ്ഞ് എന്തോ പറയുന്നു, അപ്പൂമ്മ അപ്പായമ്മ അന്നേരം വാങ്ങിച്ചത്. അപ്പ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും അമ്മ